ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഇയർ ഗൈഡിൻ്റെ മറ്റൊരു ക്ലാസ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിലി MCQ സീരീസ് ഡേ 2 ആണ്. ഡേ 1 MCQs കാണാത്തവർ അത് കണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പഠിച്ചതിന് ശേഷം ഡേ 2 ക്ലാസ് കാണുക. ഓക്കെ, ഇപ്പോൾ ഡേ 2 നമ്മൾ നമ്മുടെ കെയർ ഓഫ് ഫീൽഡ് അക്കൗണ്ടൻറ്റ്, ക്ലർക്ക്, ക്യാഷ്യർ, HSST, കൊമേഴ്സ് ഇതിനൊക്കെയുള്ള ടോപ്പിക്കുകൾ, ജനറൽ ടോപ്പിക്കായ അക്കൗണ്ടിങ് ബേസ് ചെയ്തുകൊണ്ടുള്ള MCQs ആണ് നമ്മൾ ഓരോ ദിവസവും നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ടോപ്പിക്ക് ഇങ്ങനെ മാറി മാറി വരും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്കുകളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാട്ടോ. വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്കോടെ ചെയ്തേക്കുക. അങ്ങനെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ഓക്കെ, അതുപോലെ കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മളൊരു പുതിയ ടോപ്പിക്കാട്ടോ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. കൺസൈനി ഇൻഫോംസ് കൺസൈനർ പീരിയോഡിക്കലി എബൌട്ട് വോളിയം ആൻഡ് വാല്യൂ ഓഫ് സെയിൽസ് ഓഫേർഡ് ബൈ ഡാഷ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, കൺസൈനി ഇൻഫോം കൺസൈനർ പീരിയോഡിക്കലി എബൌട്ട് വോളിയം ആൻഡ് വാല്യൂ ഓഫ് സെയിൽസ്. ഓപ്ഷൻസ് നോക്കാം. പ്രൊഫോമ ഇൻവോയ്സ്, അക്കൗണ്ട് സെയിൽ, ക്യാഷ് റെസിപ്റ്റ്, കോൺട്രാ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ടുള്ളത് ഏതാണ്? അക്കൗണ്ട് സെയിൽ എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അക്കൗണ്ട് സെയിലാണ്. അപ്പോൾ എന്താണ് കൺസൈൻമെൻറ്റ് എന്നുള്ളതും അതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റുകൾ നമുക്ക് നോക്കാം. ഓക്കെ, ദ ടേം കൺസൈൻമെൻറ്റ് റെഫേഴ്സ് ടു ഡിസ്പാച്ച് ഓഫ് ഗുഡ്സ്. ഓക്കെ, ടേം കൺസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നടക്കുക ഡിസ്പാച്ച് ഓഫ് ഗുഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരു ആളിൽ നിന്ന് എയിൽ നിന്ന് ബിയിലേക്ക് ഗുഡ്സ് ഡിസ്പാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അറ്റ് ദ റിസ്ക് ഓഫ് ഫോർമർ. അപ്പോൾ ആരാണോ ഡിസ്പാച്ച് ചെയ്യുന്നത് അയാൾക്കാണ് റിസ്ക് കംപ്ലീറ്റ് ഉള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പം ആ ഡെഫിനേഷൻ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ രണ്ട് പാർട്ടീസ് ഉണ്ടല്ലേ, ഒരാൾ ഗുഡ്സ് കൊടുക്കുന്നയാളും ഒരാൾ ഗുഡ്സ് വാങ്ങുന്നയാളും. കൊടുക്കുമ്പോൾ വാങ്ങാൻ ആരെങ്കിലും വേണമല്ലോ. സോ കൺസൈനർ ആൻഡ് കൺസൈനി, അങ്ങനെ രണ്ട് വ്യക്തികളാണ് കൺസൈൻമെൻറ്റിലുള്ളത്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഗുഡ്സ് വിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, തന്നെ വിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഏജൻറ്റ് പോലെ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി കൺസൈനറും എൻ്റെ ഏജൻ്റായിട്ട് വരുന്ന വ്യക്തി കൺസൈനിയുമാണ്. ഓക്കെ, അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ ഗുഡ്സ് കൊടുക്കുന്നത് ഔട്ട്വേർഡ് കൺസൈൻമെൻ്റ് എന്ന് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയും. കാരണം ഞാൻ ഗുഡ്സ് പുറത്തോട്ടുള്ള ഒരാൾക്ക് കൊടുക്കുകയാണ്. സോ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതൊരു ഔട്ട്വേർഡ് കൺസൈൻമെൻ്റ് ആണ്, കൺസൈനറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ, ആൻഡ് കൺസൈനിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ അതൊരു ഇൻവേർഡ് കൺസൈൻമെൻ്റ് ആണ്. കാരണം അവർക്ക് ഗുഡ്സ് ഇങ്ങോട്ട് കിട്ടുമല്ലേ. സോ അതൊരു ഇൻവേർഡ് കൺസൈൻമെൻ്റ് ആണ്. കൺസൈനിക്ക് ചുമ്മാ ഗുഡ്സ് വിൽക്കാൻ പറ്റത്തില്ല. എങ്ങനെയാണോ കൺസൈനർ ഇൻസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ആ രീതിക്കാണ് കൺസൈനി ഗുഡ്സ് വിൽക്കുക. ഇനി ഈ ഗുഡ്സ് വിറ്റ് കിട്ടുന്ന പൈസ കൺസൈനർക്ക് റെമിറ്റ് ചെയ്യും. ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഹിസ് എക്സ്പെൻസ് ആൻഡ് കമ്മീഷൻ. ഗുഡ്സ് വിൽക്കാനായിട്ട് കൺസൈനിക്ക് എന്തെങ്കിലുമൊക്കെ ചിലവുകളായിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളുടെ കമ്മീഷൻ, ഇത് രണ്ടും കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ഗുഡ്സ് വിറ്റ് കഴിയുമ്പം കൺസൈനർക്ക് ആ ഒരു എമൗണ്ട് ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ ശരിക്കും കൺസൈനിയും കൺസൈനറും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പിളാണ്. ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പിൾ റിലേഷൻഷിപ്പാണ് കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഗുഡ്സ് ഡാമേജ് ചെയ്യുമോ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുമ്പോഴൊക്കെ തന്നെ റിസ്ക് നിൽക്കുന്നത് കൺസൈനർക്കാണ്. കാരണം പ്രിൻസിപ്പിൾ കൺസൈനറാണ്, കൺസൈനർക്കാണ് റിസ്ക്. കൺസൈനിക്ക് യാതൊരുവിധ റെസ്പോൺസിബിലിറ്റിയും ആ ഒരു കാര്യത്തിലില്ല. ഗുഡ്സിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ ട്രാൻസിറ്റിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴൊന്നും കൺസൈനിക്ക് യാതൊരുവിധ റെസ്പോൺസിബിലിറ്റിയും ഇല്ല. കൺസൈനിക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നുള്ളൂ. ഹീ ഗെറ്റ്സ് റെമ്യൂണറേഷൻ ഇൻ ദ ഫോം ഓഫ് കമ്മീഷൻ. കമ്മീഷനായിട്ട് റെമ്യൂണറേഷൻ കൺസൈനിക്ക് കിട്ടും. ആ ഒരു കമ്മീഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആസ് എ പെർസെൻറ്റേജ് ഓഫ് സെയിലാണ്. സെയിൽസിൻ്റെ ഇത്ര പെർസെൻറ്റേജ്, അങ്ങനെയാണ് കമ്മീഷൻ നോർമലി കൊടുക്കുക. ഈ ചില കേസിൽ നമ്മളിപ്പോൾ കൺസൈനി സെയിൽ നടത്തിയപ്പോൾ ക്രെഡിറ്റ് ആയിട്ടൊക്കെ സെയിൽ നടത്തുമ്പോൾ ആ ഒരു ക്രെഡിറ്റിൻ്റെ റിസ്ക്, ബാഡപ്റ്റൊക്കെ സംഭവിക്കാനായിട്ടുള്ള റിസ്ക് ഉണ്ടല്ലോ. ബാഡപ്റ്റൊക്കെ ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോൾ നടക്കുന്ന കോൺസെപ്റ്റാണ്. അപ്പോൾ ആ ബാഡപ്റ്റിൻ്റെ റിസ്ക്കും കൂടി, ക്രെഡിറ്റ് സെയിലിൻ്റെ ആ ഒരു റിസ്ക്കും കൂടി കൺസൈനി ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മൾ കൺസൈനിക്ക് ഒരു എക്സ്ട്രാ കമ്മീഷൻ കൊടുക്കും. അതിനെ നമ്മൾ ഡെൽക്രെഡെ കമ്മീഷൻ എന്നാണ് പറയുന്നത്. കൺസൈൻമെൻറ്റ് മൊത്തത്തിൽ പറഞ്ഞാൽ കൺസൈനിക്ക് ഓൺലി പൊസഷൻ ഓഫ് ഗുഡ്സ് ആർ ട്രാൻസ്ഫേർഡ്, നോട്ട് ഓണർഷിപ്പ്. ഗുഡ്സിൻ്റെ പൊസഷൻ മാത്രമേ കൺസൈൻമെൻറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. കൺസൈൻമെൻറ്റിൽ 2 ഡോക്യുമെൻറ്റ്സ് ആണ്
പ്രിപ്പയർ ചെയ്യുന്നത് ഒന്നാമത്തത് പ്രൊഫോമ ഇൻവോയ്സും രണ്ടാമത്തത് അക്കൗണ്ട് സെയിലും. അതായത് ഇപ്പോൾ ഗുഡ്സ് കൊടുക്കുന്ന സമയത്ത് കൺസൈനിക്ക് ഒരു ഇൻവോയ്സോ ഒന്നും കൊടുക്കുന്നില്ല, പകരം ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുക്കുക. അതിൻ്റെ അകത്ത് എന്തൊക്കെ ഗുഡ്സാണ്, ക്വാണ്ടിറ്റി എത്രയുണ്ട്, വാല്യൂ ഓഫ് ഗുഡ്സ് എത്ര രൂപയുടെ ഉണ്ട്, ഒരു ഡിസ്ക്രിപ്ഷൻ എന്ത് ഗുഡ്സാണ് കൊടുത്തിരിക്കുക, ഇതെല്ലാം സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് പറയുന്ന ഒരു പ്രൊഫോമ ഇൻവോയ്സ് ആണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വോളിയവും വാല്യൂവും ഒക്കെ ഒരു സെയിൽസ് നടന്നു കഴിയുമ്പോൾ കൺസൈനി എത്ര സെയിൽ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൺസൈനർക്ക് കൊടുക്കുന്ന അക്കൗണ്ട് സെയിലും. ഓക്കെ, അപ്പോൾ ഒന്ന് കൺസൈനർ ടു കൺസൈനിയാണ്, ഒന്ന് കൺസൈനി ടു കൺസൈനർ ആണ്. ഓക്കെ, അക്കൗണ്ട് സെയിൽ ആൻഡ് പ്രൊഫോമ ഇൻവോയ്സ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം ഡാഷ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്, പേഴ്സണൽ അക്കൗണ്ട്, ക്യാഷ് ബുക്ക്, സബ്സിഡറി ബുക്ക്, ഓൾ ഓഫ് ദിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെങ്കിലും അതിൻ്റെ ആദ്യം ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പറയാം, അതിനുശേഷം ആൻസറിലേക്ക് വരാം. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ഡബിൾ എൻട്രി സിസ്റ്റത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കണ്ടല്ലേ, ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. പക്ഷേ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവിടെയും അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഇന്നത്തെ ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിച്ചു. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ഇറ്റ് ഈസ് ആൻ ഇൻകംപ്ലീറ്റ് സിസ്റ്റമാണ്. ബുക്ക് കീപ്പിങ്ങിൻ്റെ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സിസ്റ്റം. ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്റ്റ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നില്ല. ഒരു ട്രാൻസാക്ഷന് രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്, ഡ്യുവൽ ആസ്പെക്റ്റ് ഉണ്ട്, ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും. ഈ രണ്ട് ആസ്പെക്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഇൻകംപ്ലീറ്റ് സിസ്റ്റം എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ മെയിനായിട്ടും പേഴ്സണൽ അക്കൗണ്ട്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇംപേഴ്സണൽ അക്കൗണ്ട്സ് ലൈക്ക് റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്സ് ആർ നോട്ട് മെയിൻറ്റെയിൻഡ്. ഓക്കെ, പേഴ്സണൽ അക്കൗണ്ട്സ് ആണ് നമ്മൾ മെയിനായിട്ടും അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ ട്രാൻസാക്ഷൻ്റെ ടു ഫോൾഡ് എഫക്റ്റ്, ആ ഒരു ഡ്യുവൽ ആസ്പെക്റ്റ് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് തന്നെ ട്രയൽ ബാലൻസും ബാലൻസ് ഷീറ്റും പി ആൻഡ് അക്കൗണ്ടും ഒന്നും നമുക്ക് വരയ്ക്കാനായിട്ട് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മെയിനായിട്ട് 3 രീതിക്ക് സിംഗിൾ എൻട്രി സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. എന്നാൽ പോലും പേഴ്സണൽ അക്കൗണ്ട് മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന സിംഗിൾ എൻട്രി സിസ്റ്റത്തിന് നമ്മൾ പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയും. ദെൻ സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം ഉണ്ട്, പേഴ്സണൽ അക്കൗണ്ട്സും അതുപോലെ ക്യാഷ് അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദെൻ ക്വാസി സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ട്സും ക്യാഷ് ബുക്കും സബ്സിഡറി ബുക്കും, ഈ 3 ടൈപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മളതിനെ ക്വാസി സിംഗിൾ എൻട്രി സിസ്റ്റം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം 3ഉം വരാം, പേഴ്സണൽ അക്കൗണ്ട്, ക്യാഷ് ബുക്ക്, സബ്സിഡറി ബുക്കും വരാൻ സാധ്യതയുണ്ട്, അതോർത്ത് വെച്ചേക്കാം. ദെൻ പെർമനൻ്റ് ആൻഡ് കണ്ടിന്യൂയിങ് ഗ്രാജുവൽ ഷ്രിങ്കേജ് ഇൻ ദ ബുക്ക് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് നമ്മൾ എന്താ പറയുക? ഡിപ്രീസിയേഷൻ എന്നാണല്ലേ പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും കൂടെ നോക്കാം. ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ചാർജ് ചെയ്യുന്നത് ഫിക്സഡ് അസറ്റ് മാത്രമേ ഉള്ളൂ, അത് ഓർത്ത് വെച്ചോണം. കറണ്ട് അസറ്റിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാറില്ല. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ബുക്ക് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. ബുക്ക് വാല്യൂവിലാണ് നമ്മൾ ചാർജ് ചെയ്യുക. ബാലൻസ് ഷീറ്റിൽ പ്രീവിയസ് ഇയറിൽ ഏത് ബാലൻസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ബുക്ക് വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ആൻഡ് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് മാർക്കറ്റ് വാല്യൂ. അസറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ ആയിട്ട് ബന്ധപ്പെടുത്തി ഇതിനൊന്നും ചെയ്യാനായിട്ടില്ല. ആൻഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെർമനൻറ്റ് ബേസിസിലാണ് ചാർജ് ചെയ്യുക. അതായത് ഒരു തവണ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്താൽ ആ അസറ്റിൻ്റെ അത്രയും വാല്യൂ നമ്മൾ പെർമനൻ്റ് ആയിട്ട് കുറച്ചു എന്നാണ് അർത്ഥം. ഓക്കെ, വൺസ് ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഇറ്റ് റെഡ്യൂസ് ദ വാല്യൂ ഓഫ് അസറ്റ് പെർമനൻ്റ്ലി. ദെൻ മെയിനായിട്ട് ഡിപ്രീസിയേഷൻ നമ്മൾ കൊടുക്കുന്ന അസറ്റ് മസ്റ്റ് ബി യൂസ്ഡ് മോർ ദാൻ 1 അക്കൗണ്ടിങ് പീരിയഡ്. ഒരു വർഷത്തിൽ കൂടുതൽ നമ്മൾ ആ ഒരു ഡിപ്രീസിയേഷൻ സംഭവിക്കുന്ന അസറ്റ് നമ്മൾ യൂസ് ചെയ്യണം. അതിനൊരു ലിമിറ്റഡ് ലൈഫേ ഉള്ളൂ, ഒരു ചെറിയ ലൈഫേ ഉള്ളൂ. അതുകൊണ്ടാണ് ഡിപ്രീസിയേഷൻ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ദെൻ ഡിപ്രീസിയേഷനായിട്ട് ബന്ധപ്പെട്ട് കുറേ ടൈപ്സ് ഉണ്ട്. ജസ്റ്റ് ഒറ്റ പോയിന്റിൽ ഞാൻ പറഞ്ഞ് നിർത്താണ്. ഫിക്സഡ് അസറ്റിന് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയും. വേസ്റ്റിംഗ് അസറ്റിന് നമ്മൾ വാല്യൂ കുറയുന്നതിന് നമ്മൾ ഡിപ്ലഷൻ എന്നാണ് പറയുക. ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിന് നമ്മൾ അമോർട്ടൈസേഷൻ എന്നാണ് പറയുക. ആൻഡ് ഡൈലാപ്പിഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി നമ്മൾ റെൻറ്റിന് കൊടുക്കുമ്പോൾ ആ സമയത്ത് ആ ബിൽഡിങ്ങിന് പ്രോപ്പർട്ടിക്ക് ഉണ്ടാകുന്ന വാല്യൂ റിഡക്ഷനെ നമ്മൾ ഡൈലാപ്പിഡേഷൻ എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് ഡിപ്രീസിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ. ക്ലാസ്സിൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ടെലിഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സൊക്കെ വേണ്ട ഒരു വാട്സപ്പ് ചെയ്യുക. കൂടുതൽ MCQs ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്